17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ മലയാളത്തിന്റെ പ്രിയ താരങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരക്കുകൾ മാറ്റിവെച്ച് അതിരാവിലെ താരങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. അതിനിടെ മോഹൻലാലിന്റെയും ടൊവിനോയുടെയും കന്നി വോട്ടാണെന്ന് പരിഹസിച്ചുകൊണ്ടുള്ള സെബാസ്റ്റ്യൻ പോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദായക അവകാശം രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. താരജാടകളൊന്നുമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ ഏറെ നേരം ക്യൂ നിന്നാണ് താരങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഉറച്ച നിലപാടുമായി തന്നെയാണ് ഇത്തവണ താരങ്ങളെല്ലാം വോട്ട് ചെയ്യാനായി എത്തിയത്. മെഗാസ്റ്റാർ മമ്മൂട്ടി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ കൊച്ചിയിലെ പോളിംഗ് ബൂത്തിലെത്തി. വോട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടാകുമെന്നും വോട്ട് അവകാശമല്ല അധികാരമാണെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. ഞാൻ വോട്ട് ചെയ്തു. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ മുകളിലായിരുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വോട്ട്. എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യണമെന്ന് ലാൽ അഭ്യർത്ഥിച്ചു. വോട്ടിംഗ് യന്ത്രം കേടായതിനെ തുടർന്ന് താരം 1 മണിക്കൂർ ക്യൂവിൽ കാത്തുനിന്നു. 7 മണിക്ക് വോട്ട് ചെയ്യാനെത്തിയ ലാൽ 8:15 വരെ കാത്തുനിന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. വരാൻ സാധിച്ചു. ആദ്യ വോട്ടല്ലല്ലോ. അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. ഏറെ നേരം ക്യൂ നിന്നാണ് താരം തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാനായി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആലുവയിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ ദിലീപ് പ്രതികരിച്ചു. നല്ലൊരു ഇന്ത്യയെ രക്ഷിക്കുന്ന നല്ലൊരു ഭരണം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതാണ്. യുവതാരം ഫഹദ് ഫാസിലും കുടുംബവും രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി എത്തി. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് എത്തിയതെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു. മനസ്സിൽ കരുതിയാണ് വന്നിരിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം. തീർച്ചയായും പുറത്തില്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ മനസ്സിലുണ്ട്. മതേതര ജനാധിപത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിലെത്തണമെന്ന് സംവിധായകൻ രഞ്ജിത്ത് പ്രതികരിച്ചു. മതനിരപേക്ഷ സ്വഭാവമുള്ളൊരു രാഷ്ട്രത്തിന്റെ അടിത്തറ ഇളകാൻ പാടില്ല. യുവനടി പാർവതിക്ക് കോഴിക്കോടായിരുന്നു വോട്ട്. ഫാസിസത്തിനെതിരെയും മതേതരത്തിനു വേണ്ടിയുമാണ് തന്റെ വോട്ടെന്നും ഇനി എല്ലാ തവണയും വോട്ടവകാശം ഉപയോഗപ്പെടുത്തുമെന്നും പാർവതി പറഞ്ഞു. ചാലക്കുടിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ ഇന്നസെന്റിന് ഇത്തവണ വോട്ട് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു. പണ്ട് ക്ലാസ്സിൽ കയറ്റാത്തതുമൂലം ഈ വരാന്തയിൽ കുറെ നിന്നിട്ടുണ്ടെന്ന് ഇന്നസെന്റ് ഓർത്തെടുത്തു. NDA സ്ഥാനാർത്ഥിയും മലയാളികളുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാറുമായ സുരേഷ് ഗോപി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലും അതിരാവിലെ തന്നെ നാട്ടിലെത്തി വോട്ട് ചെയ്തു. അതിനിടെ മോഹൻലാലിന്റെ രാജ്യം നൽകുന്ന ബഹുമതികളെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ സെബാസ്റ്റ്യൻ പോളിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായി. ടൊവിനോയും മോഹൻലാലും ഉൾപ്പെടെ ചില താരങ്ങൾ ആദ്യമായി തങ്ങളുടെ കന്നി വോട്ട് രേഖപ്പെടുത്താനെത്തി എന്നായിരുന്നു പോസ്റ്റ്. ലോകത്ത് എവിടെയാണെങ്കിലും ഇരിങ്ങാലക്കുടയിൽ എത്തി വോട്ട് രേഖപ്പെടുത്താറുണ്ടെന്നും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും സെബാസ്റ്റ്യൻ പോളിന്റെ പോസ്റ്റിന് ടൊവിനോ മറുപടി നൽകി. ഇന്ന് രാവിലെ 6:15 തന്നെ ടൊവിനോ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു. ഉണ്ണി മുകുന്ദൻ, സണ്ണി വെയിൻ, അജു വർഗീസ്, ജയസൂര്യ, കാവ്യ മാധവൻ തുടങ്ങി താരങ്ങളെല്ലാം തന്നെ ഇത്തവണ വോട്ട് ചെയ്യാനെത്തി. സൂക്ഷ്മതയോടെ ഏറ്റവും ശരിയായതിനെ തിരഞ്ഞെടുക്കണമെന്ന് ജയസൂര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഭാര്യയ്ക്കൊപ്പമാണ് താരം വോട്ട് ചെയ്യാനായി എത്തിയത്. ഏറ്റവും നിർണായകമെന്ന് രാജ്യം കരുതുന്ന 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത്രയേറെ ഗൗരവത്തിൽ തന്നെയാണ് മലയാള സിനിമാ താരങ്ങളും ഏറ്റെടുത്തത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.